ഞാൻ SDPY-TTAയിലെ 1ാം വർഷ അധ്യാപക വിദ്യാർത്ഥിനിയാണ്. പഠനത്തിന്റെ ഭാഗമായി പ്രദേശവും ഞാനും എന്ന വിഷയത്തെ ആസ്പദമാക്കി എൻ്റെ പ്രദേശത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ അരൂരാണ് എൻ്റെ നാട്. കേരളത്തിലെ വ്യവസായ ഭൂപടത്തിലും ടൂറിസം മേഖലയിലും ഒരേപോലെ പ്രാധാന്യം കൊള്ളുന്ന ഒരു നാടും കൂടിയാണ് ഞങ്ങളുടെ അരൂര്. പണ്ട് മത്സ്യത്തൊഴിലാളികളായിരുന്നു ഈ അരൂരിൽ കൂടുതലായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അരയന്മാരുടെ ഊര് എന്നാണ് ഞങ്ങളുടെ നാടിനെ അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്താണ് അരയന്മാരുടെ ഊര് അരൂരായി മാറിയത്. എറണാകുളം, ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പഴയ പാലങ്ങളിലൊന്നാണ് അരൂർ ഇടക്കൊച്ചി പാലം. 60 വർഷത്തിലധികം പഴക്കമുള്ള ഈ പാലം ഗതാഗതക്കുരുക്കുകൾക്കും വികസന മുരടിപ്പുകൾക്കും ഒപ്പം ജില്ലകളുടെ അതിർത്തി തർക്കങ്ങൾക്കും ഏറെക്കാലമായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷുകാരാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ആലപ്പുഴ, എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ പാലമാണ് കുമ്പളം പാലം. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം വേമ്പനാട്ട് കായൽ. അരൂരിൻ്റെ പ്രധാന അതിരുകളിലൊന്നായ വേമ്പനാട്ട് കായൽ പ്രകൃതി ഭംഗിക്ക് പേരുകേട്ടതാണ്. കായലിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്രകളും ശിക്കാരി വള്ളങ്ങളിലെ യാത്രകളും സഞ്ചാരികൾക്ക് വ്യത്യസ്തമായ അനുഭവം നൽകുന്നു. ഈ കായൽ അരൂരിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അവരുടെ മത്സ്യബന്ധനങ്ങളും മത്സ്യ കച്ചവട ചരക്കുകളുടെ കയറ്റുമതി ഇറക്കുമതിയും ഈ കായലിലൂടെയുള്ള സഞ്ചാരത്തിലാണ് നടത്തപ്പെടുന്നത്. ഈ കായലിൻ്റെ മറുകരയോട് ചേർന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. ടൂറിസ്റ്റ് വില്ലേജ് എന്നാണ് ആ വില്ലേജ് അറിയപ്പെടുന്നത്. കേരളത്തിലെ പ്രമുഖ മാധ്യമ ശൃംഖലയായ മലയാള മനോരമയുടെ കീഴിലുള്ള മഴവിൽ മനോരമ എന്ന ജനപ്രിയ എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെയും മനോരമ ന്യൂസ് എന്ന വാർത്താ ചാനലിൻ്റെയും പ്രധാന പ്രക്ഷേപണ കേന്ദ്രവും ആസ്ഥാനവും അരൂരിലാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ അരൂരിലൂടെ കടന്നു പോകുന്ന ഇലവേറ്റഡ് ഹൈവേ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നീളം കൂടിയ ഉയരപാതയാണ് അരൂരിലൂടെ നിർമ്മിക്കപ്പെടുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങളും ഡിസൈൻ മാറ്റങ്ങളും കാരണം പണി അല്പം നീണ്ടെങ്കിലും 2026 മധ്യത്തോടെയോ അവസാനത്തോടു കൂടിയോ ഈ പാത പൂർണ്ണമായി കമ്മീഷൻ ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോട് സംബന്ധിച്ച് അരൂരിൽ വൻ അപകടങ്ങളും തടസ്സങ്ങളും നേരിടുന്നുണ്ട്. ടൂറിസത്തിനു പുറമെ വ്യവസായ മേഖലയ്ക്കും പേരുകേട്ട നാടാണ് അരൂർ. 1962 കെമിക്കൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന പേരിലാണ് 6 ഏക്കർ സ്ഥലത്ത് ഇത് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ 6-7 യൂണിറ്റുകൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. കാലക്രമേണ ഈ വ്യാവസായിക കേന്ദ്രം വികസിക്കുകയും നിലവിൽ 50-ലധികം ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന 60 ഏക്കറോളം വരുന്ന വലിയൊരു ഇൻഡസ്ട്രിയൽ ഹബ്ബായി ഇത് മാറുകയും ചെയ്യുന്നു. അരൂർ മേഖലയുടെ വികസനത്തിനൊപ്പം ഗതാഗതം സുഗമമാക്കാൻ ഈ ജങ്കാർ സർവീസുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നിലവിൽ അരൂർ തുറവൂർ മേഖലയിൽ വലിയ 6 വരി എലിവേറ്റഡ് ഹൈവേ അടക്കമുള്ള പുതിയ പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും കായൽ കടത്തുകളിൽ റോറോ സർവീസുകൾ ഇന്നും പ്രാദേശിക യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ്. സാധാരണ ജങ്കാറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇരുവശത്തേക്കും റാമ്പുകളുള്ള അത്യാധുനിക റോറോ സർവീസുകൾ കേരളത്തിൽ ആരംഭിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ജങ്കാറുകളിലൂടെയാണ്. വണ്ടികൾ മുൻപോട്ടേക്ക് തന്നെ ഓടിച്ചു കയറ്റാനും ഇറക്കാനും സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. ഏറ്റവും പ്രത്യേകമായിട്ടുള്ളത് ഇത് ആദ്യമായി തുടങ്ങിയതും ഇപ്പോൾ നിലവിലുള്ളതും നമ്മുടെ സ്വന്തം അരൂരിലാണ് എന്നുള്ളതാണ്. അരൂരിൽ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പള്ളി. കൊച്ചി രൂപതയുടെ കീഴിലുള്ള ഈ പള്ളിക്ക് 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ചരിത്രമുണ്ട്. 1839 പ്രദേശത്തെ വിശ്വാസികൾക്കായി ആദ്യം ഒരു ചെറിയ കപ്പേളയാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്. പള്ളിയുടെ രൂപീകരണം പിന്നീട് 1877 തുടങ്ങിവെച്ചു. ശേഷം 1901 ഔദ്യോഗിക രേഖകളിൽ ഈ പള്ളി ഇടവകയായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു.
ഇതാണ് പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന സെൻറ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ. 1952 ഈ സ്കൂൾ സ്ഥാപിതമായത്. ഏകദേശം 2000-ലധികം കുട്ടികൾ ഈ വിദ്യാലയത്തിൽ ഇപ്പോഴും പഠിക്കുന്നുണ്ട്.